ഇപ്പോൾ പത്തനംതിട്ട കോന്നി വാഹനാപകടത്തിൻ്റെ കൂടുതൽ വാർത്തകളുമായി സുജു ടി ബാബു ഒരിക്കൽ കൂടി ചേരുകയാണ്. സുജു, നിലവിൽ നേരത്തെ നമ്മൾ അരമണിക്കൂർ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആദ്യം മത്തായി ഈപ്പൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി, ബിജു ജോർജിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏകദേശം ഒരു മണിക്കൂറിനകം 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. ഇപ്പോൾ മത്തായി ഈപ്പൻ്റെ മൃതദേഹം സ്വകാര്യ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഈ അപകടത്തെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ടോ നിലവിൽ? സിജു, ഇക്കാര്യത്തിൽ ഇപ്പോൾ നമ്മളുള്ളത് ഈ പോസ്റ്റ്മോർട്ടം നടപടി നടക്കുന്ന ആശുപത്രിയുടെ അതിന്റെ കെട്ടിടത്തിന്റെ സമീപത്ത് തന്നെയാണ്. ആദ്യം സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ മത്തായി ഈപ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടിയാണ് ഇപ്പോൾ പൂർത്തിയാക്കി സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ, ബിജു പി ജോർജിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളാണ്. അതും ഉടൻ പൂർത്തിയാക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് അനുവിന്റെയും നിഖിലിന്റെയും പോസ്റ്റ്മോർട്ടം നടത്തുക. ഇതുവരെ നാട്ടുകാരിൽ നിന്നും പോലീസിൽ നിന്ന് കൃത്യമായി നമുക്ക് പോലീസിന്റെ ഇൻഫർമേഷൻ ആണല്ലോ ഇത്തവണ പറയേണ്ടത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ വിവരം ഈ വാഹനം അമിത വേഗത്തിലാണ് എത്തിയാണ് ഈ ആന്ധ്രാപ്രദേശിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിലേക്ക് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം, ഒരു അനുമാനം എന്ന് പറയുന്നത് ഇവർ ഉറങ്ങിപ്പോയതാകാം. അതായത് വാഹനം ഓടിച്ച ബിജു പി ജോർജ് ഉറങ്ങിപ്പോയതാകാം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കണം, മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ തീർത്ഥാടകരുടെ വാഹനത്തിൽ അതിലുള്ള ആളുകൾ ഈ സംഭവത്തിന് ദൃക്സാക്ഷികളാണ്. അവരുടെയൊക്കെ മൊഴി പോലീസ് എടുത്ത ശേഷം, അല്ലെങ്കിൽ പ്രാഥമികമായി അവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞ ശേഷം എത്തിയ പോലീസ് എത്തുന്ന നിഗമനമാണ് ഈ വാഹനം അമിത വേഗത്തിൽ വന്ന കാറ് ഈ ശബരിമലയിൽ നിന്ന് എത്തിയ തീർത്ഥാടന വാഹനത്തിലേക്ക് ഇടിക്കുകയായിരുന്നുള്ള വിവരം പോലീസ് അങ്ങനെയാണ് പങ്കുവെക്കുന്നത്. എന്നാൽ പോലീസ് ഇത് പറയുമ്പോൾ തന്നെ പറയുന്നത് ഒരു CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷം മാത്രമേ കൃത്യമായ വിവരം ഇക്കാര്യത്തിൽ പോലീസിന് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇതിന് നിലവിൽ ഈ അപകടം നടന്നുടനെ തന്നെ തൊട്ടടുത്ത വീട്ടിലെ യുവാവും അദ്ദേഹത്തിന്റെ പിതാവുമാണ് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത്. അവർ നൽകുന്ന ഒരു വിവരം അവർ നൽകുന്ന ഒരു വിവരവും ഇത് തന്നെയാണ്. സമാനമായ വിവരമാണ് അവർക്കും ലഭ്യമായിട്ടുള്ളത്. അവർ പറയുന്നത് വലിയ ശബ്ദം കേട്ട് ഓടിയെത്തുമ്പോൾ തന്നെ വാഹനത്തിന്റെ മുൻഭാഗം, ഇവർ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറിന്റെ മുൻഭാഗം മുഴുവനായി തകർന്നിരുന്നു. അതിന് ശേഷം ഈ ആദ്യം അനുവിനെയാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കാരണം അനുവിന് ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ അനുമാനം. അതുകൊണ്ടാണ് അവർ ആദ്യ പരിഗണന അനുവിന് നൽകുന്നത്. അനുവിനെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ നിന്ന് മാറ്റിയ ശേഷം പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ വാഹനത്തിന്റെ ഡോറുകൾ പൊളിച്ചാണ് ഇതിൽ നിന്ന് മുമ്പിൽ യാത്ര ചെയ്ത ആളുകളൊക്കെ തന്നെ എടുക്കുന്നത്. ആ ദൃക്സാക്ഷികൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആ സമയം തന്നെ ഇവർ മരണപ്പെട്ടിരുന്നു. അതായത് അനു ഒഴികെയുള്ള നിഖിലിന്റെ അച്ഛനും, അതായത് മത്തായി ഈപ്പനും ബിജു പി ജോർജും നിഖിലും മരണപ്പെട്ടെന്നാണ് നമുക്ക് ഈ ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പോലീസും ഇപ്പോൾ പറയുന്നത്. ഇതൊരു പുലർച്ചെ നടക്കുന്ന ഒരു അപകടമായിരുന്നു. ഇതിന്റെ കാരണം ചൂണ്ടിക്കാട്ടുന്നത് ഡ്രൈവർ ഉറങ്ങുകയും അതിനനുസരിച്ച് അമിത വേഗതയിൽ വന്ന് വാഹനം ഇതിലേക്ക് ഇടിക്കുകയായിരുന്നു, ഈ ബസ്സിലേക്ക്. എന്നിരുന്നാൽ പോലും പ്രദേശത്ത് ചെറുതും വലുതുമായ ആക്സിഡന്റുകൾ പലപ്പോഴായി ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം വസ്തുതയാണെന്നും MLA KQ ജിനീഷ് കുമാർ MLA സമ്മതിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു പരിശോധന എന്തായാലും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പോലും ഈ അപകടത്തിന്റെ കാരണം ഈ പറഞ്ഞ റോഡിന്റെ നിർമ്മാണത്തിലുള്ള ഒരു പ്രശ്നം ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണത്തിന് പുറത്തേക്ക് ഒരു പരിശോധന ആവശ്യമാണെന്ന് MLA ഇക്കാര്യം പറയുന്നുണ്ട്. അക്കാര്യത്തിൽ പരിശോധിക്കും. എന്നാൽ ഇപ്പോൾ നടന്ന അപകടത്തിന്റെ കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ആ ഡ്രൈവർ ഒരുപക്ഷെ ഉറങ്ങിപ്പോയതാകാം എന്നൊരു സംശയം. അതായത് ബിജു പി ജോർജിയാണ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള ആളുകൾ. ആ വാഹനത്തിൽ 4 പേരായിരുന്നു യാത്ര ചെയ്ത്. അതിൽ കുടുംബത്തിലുള്ള ബിജു പി ജോർജിയാണ് വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം ഉറങ്ങിപ്പോയതാകാം എന്ന സംശയമാണ്. സ്വാഭാവികമായിട്ട് അവർ പുലർച്ചെയായിരിക്കാം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. അങ്ങനെ ഈ യാത്രാ മധ്യയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ അപകടവും ഉണ്ടാകുന്നതും എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 15 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വിവാഹം നടക്കുന്നത്. രണ്ടുപേരും ഒരേ ഇതിനിടെ അവിടെ സംസാരിച്ചിരുന്ന സുജു, അവിടെ നേരത്തെ നാട്ടുകാരനൊരാൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് അവിടെ ഈ സ്ഥലത്ത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നേരത്തെയും അപകടങ്ങൾ ഉണ്ടാകാറുള്ള സ്ഥലമായിരുന്നു, നേരത്തെ നിരവധി അപകടങ്ങൾ നടന്നിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. ആ നാട്ടുകാരനൊരാൾ സംസാരിച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ? ഇപ്പോൾ സിജു നമുക്ക് അടുത്തൊരു ദൃശ്യങ്ങളിലേക്ക് കടന്നു പോകാവുന്നതാണ്. ഇപ്പോൾ
നമ്മൾ മനസ്സിലാക്കുന്നത് പത്തനംതിട്ട കലക്ടർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രേം കൃഷ്ണയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന റൂമിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതികരണം ഒരുപക്ഷെ അദ്ദേഹം സംസാരിക്കാൻ സാധ്യത നമുക്ക് അതിലേക്ക് കടക്കാം. ഇപ്പം സിജി ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുമായിരുന്നെങ്കിൽ. അതായത് സുജു നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ദൃക്സാക്ഷികളുടെ പ്രതികരണത്തിൽ കേട്ടത് ഈ സ്ഥലത്ത് നേരത്തെയും നിരവധി അപകടങ്ങൾ ഉണ്ടായ സ്ഥലമാണ് എന്നുള്ളതാണ്. അതായത് റോഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് അറിയാനാണ് ചോദിച്ചത്. അവിടെ അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ദൃക്സാക്ഷികളായിട്ട് അല്ലെങ്കിൽ സംഭവ സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയ അപ്പനും മകനും പറയുന്നത്. അവിടെ പലപ്പോഴും ഇങ്ങനെ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അപകടത്തിന്റെ കാരണം അതാകാൻ സാധ്യതയില്ല. എന്നാൽ അക്കാര്യത്തിലൊക്കെ പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം അക്കാര്യത്തിലൊരു വ്യക്തത വരുത്താമെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ പ്രാഥമികമായ നിഗമനം പോലീസ് പറയുന്നത് ഇത് ഒരു വാഹനം ഓടിച്ചാൽ ഉറങ്ങിപ്പോയത് കൊണ്ടാകാം. എന്തായാലും ഈ ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ വാഹനം അമിത വേഗത്തിൽ വന്ന ഇതിലേക്ക് ഇടിച്ച് കയറി, അതായത് ഈ ബസ്സിലേക്ക് ഇടിച്ചു കയറി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ പ്രശ്നം പിഴവാകാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാൽ പോലും ഇക്കാര്യത്തിൽ പോലീസും MLAയും സൂചിപ്പിച്ചതുപോലെ വിശദമായ ഒരു പരിശോധന അത് ആവശ്യമാണ്. അപ്പം ഒരു അപകടമുണ്ടായി മണിക്കൂറുകൾക്കകം അതിന്റെ യഥാർത്ഥ കാരണം കൃത്യമായി കണ്ടെത്താൻ സാധ്യമല്ല. അതിന് കാരണം കണ്ടെത്തണമെങ്കിൽ വിശദമായ ശാസ്ത്രീയമായ പരിശോധന, അത് CCTV ദൃശ്യങ്ങളാകാം. ഇനി അതല്ല, ഈ വാഹനത്തിൽ ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ, അതായത് തകരാറുകൾ, ബ്രേക്ക് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ തകരാറുകൾ ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയ പരിശോധനയിൽ ലഭ്യമാണ്. ശരി, ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ജില്ലാ കളക്ടർ പ്രേം കൃഷ്ണൻ, KU ജിനീഷ് കുമാർ MLA അടക്കമുള്ളവർ ഈ ആശുപത്രിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ MLAയും ഒപ്പം തന്നെ മന്ത്രിയും പറഞ്ഞതുപോലെ തന്നെ ആദ്യമായി പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് വാഹനം ഓടിച്ചിരുന്ന ബിജു ജോർജ് ഉറങ്ങിപ്പോയത് തന്നെ ആകാം അപകടമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി അത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരികയാണ്. ഏതായാലും 4 പേർ, ഒരു കുടുംബത്തിലെ നവദമ്പതികളുടെ 2 പിതാക്കന്മാർ ആണ് മരിച്ചത്. നിഖിൽ മല്ലശ്ശേരി സ്വദേശി, രണ്ടുപേരും അടുത്തടുത്ത വീട്, 1 കിലോമീറ്റർ മാത്രമാണ് രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ വ്യത്യാസമുള്ളത്. ഇവരുടെ വിവാഹം നവംബർ 30-ാം തീയതിയായിരുന്നു. അതിനുശേഷം മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞ് വരുന്നതിനിടെയാണ് വലിയൊരു അപകടത്തിൽ ഇവരുടെ 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു.